പ്രിയമുള്ളവരെ, ഏവർക്കും സാഹിത്യ PSC അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ജനറലായിട്ടുള്ളതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. നമ്മൾ ഓരോരുത്തരും ആത്മവിശ്വാസത്തോടുകൂടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ മനസ്സിനെ നമ്മൾ ഉറപ്പിക്കുക. എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് നമ്മോട് തന്നെ പറയുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓരോരുത്തരും മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ടുള്ളതായ യാതൊരു കാര്യവുമില്ല. നമ്മുടെ മനസ്സാണ് എല്ലാം. നമ്മുടെ മനസ്സിലുള്ളതായ നെഗറ്റീവ് ശക്തികളെ നമുക്ക് പിടിച്ച് അടക്കുവാനായിട്ട് സാധിക്കണം. പോസിറ്റീവായുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ പതുക്കെ പഠിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ വിജയം നമുക്ക് ഉറപ്പാണ്. പെർഫെക്റ്റായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. അടുക്കും ചിട്ടയോടും കൂടെ പഠിക്കുക. എനിക്ക് വിജയിച്ചേ പറ്റൂ, എനിക്ക് നല്ല വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കണം എന്നൊരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് മലപ്പുറം ജില്ലയിലെ ഏറനാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് മലപ്പുറം ജില്ലയിലെ ഏറനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ. കൊല്ലം ജില്ലയിലെ കുന്നത്തൂരാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക്. കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ്. ഏതാണ് ആ വന്യജീവി സങ്കേതം? അതെ, ചെന്തുരുണി വന്യജീവി സങ്കേതം. 1984 ഈ വന്യജീവി സങ്കേതം സ്ഥാപിതമായത്. ചാവച്ചുള്ള 3 വന്യജീവി സങ്കേതങ്ങളും വന്നത് 1984 ചിന്നാറ്, ചിമ്മിനി, ചെന്തുരുണി. ചിന്നാറ് ഇടുക്കിയിലാണെങ്കിൽ, ചിമ്മിനി തൃശ്ശൂരാണെങ്കിൽ, ചെന്തുരുണി കൊല്ലം ജില്ലയിലാണ്. 1984 ഇത് സ്ഥാപിതമായത്. ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതായ പ്രദേശം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? അതെ, ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. ഇടുക്കി ജില്ലയിലെ ചിന്നാറിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ല, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കോഴിക്കോട് ജില്ലയെ നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു വന്യജീവി സങ്കേത കേന്ദ്രമുണ്ട്. അതെ, മലബാർ വന്യജീവി സങ്കേത കേന്ദ്രം. കോഴിക്കോട്ടെ മലബാറിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. പ്രശസ്തമായ തുഷാഗിരി വെള്ളച്ചാട്ടവും കോഴിക്കോട് തന്നെയാണ്. പ്രസിദ്ധമായ തുഷാഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട്ടാണ്. മലബാറിൻ്റെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ കുറ്റ്യാടിയും കോഴിക്കോട് തന്നെയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. കുറ്റ്യാടി നദി കേരളത്തിൻ്റെ മഞ്ഞ നദി എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി നദിയാണ്. ഉറുമി ജലവൈദ്യുത പദ്ധതി ഇത് ചൈനയുടെ സഹായത്തോടെയാണ് നിലവിൽ വന്നത്. ഉറുമി ജലവൈദ്യുത പദ്ധതി ആരുടെ സഹായത്തോടെ നിലവിൽ വന്നു? ചൈനയുടെ സഹായത്തോടെ നിലവിൽ വന്ന ജലവൈദ്യുത പദ്ധതിയാണ്. അങ്ങനെയെങ്കിൽ കൊച്ചി തുറമുഖം ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ വന്നതാണ്? അതെ, ജപ്പാന്റെ സഹായത്തോടെ നിലവിൽ വന്നതായ പദ്ധതിയാണ് കൊച്ചി തുറമുഖം. കൊച്ചി എണ്ണ ശുദ്ധീകരണശാല അമേരിക്കയുടെ സഹായത്തോടെ വന്നതാണ്. കൊച്ചി എണ്ണ ശുദ്ധീകരണശാല അമേരിക്കയുടെ സഹകരണത്തോടെ വന്നതായ ഒരു പദ്ധതിയാണ്. ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്വിറ്റ്സർലൻഡിൻ്റെ സഹായത്തോടെ നടത്തപ്പെടുന്നതായ ഒരു സംരംഭമാണ്. ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്വിറ്റ്സർലാൻഡിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ സഹകരണത്തോടെ നടത്തപ്പെടുന്നതായ ഒരു സംരംഭമാണ്. അത് അറിയപ്പെടുന്നത് ഇൻഡോസിസ് പ്രൊജക്റ്റ് എന്നാണ്. മാട്ടുപ്പെട്ടി കന്നുകാലി വളർത്തൽ കേന്ദ്രത്തെ അറിയപ്പെടുന്നത് ഇൻഡോസിസ് പ്രൊജക്റ്റ് എന്ന് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി കാനഡയുടെ സഹകരണത്തോടെയാണ് നടക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കാനഡയുടെ സഹകരണത്തോടെയാണ് നടക്കുന്നത്. കാനഡയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം കാനഡയാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളതായ രാജ്യം കാനഡ. കാനഡയുടെ ദേശീയ വിനോദം ഐസ് ഹോക്കിയാണ്. കാനഡയുടെ ദേശീയ വിനോദം എന്ന് പറയുന്നത് ഐസ് ഹോക്കിയാണ്. കാനഡയുടെ ദേശീയ വിനോദം ഐസ് ഹോക്കി. അപ്പം നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം കാനഡയാണ്. അവിടുത്തെ ദേശീയ വിനോദം എന്ന് പറയുന്നത് ഐസ് ഹോക്കിയാണ്.
ഒരു ഐസ് ഹോക്കിയുടെ ടീമിൽ 6 പേരാണ് പങ്കെടുക്കുന്നത്. വോളിബോൾ ടീമിലും 6 പേരാണ്. അപ്പോൾ ഐസ് ഹോക്കിയുടെ ടീമിൽ 6 പേരുണ്ട്, വോളിബോൾ ടീമിലും 6 പേരുണ്ട്. ശ്രീലങ്കയുടെ ദേശീയ വിനോദമാണ് വോളിബോൾ. കാനഡയുടെ ദേശീയ വിനോദം നമ്മൾ പറഞ്ഞു ഐസ് ഹോക്കി. ഇതിൽ രണ്ടിലും 6 പേർ വീതമാണ് കളിക്കുന്നത്. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള രാജ്യം നമ്മൾ പറഞ്ഞു കാനഡയാണെന്ന്. അങ്ങനെയെങ്കിൽ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ഏഷ്യൻ രാജ്യം ഏതാണ്? അതെ, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ഏഷ്യൻ രാജ്യം. നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവയാണ്. ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണെങ്കിൽ കടൽ തീരം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഗോവയാണ്. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലേത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. കടൽ തീരം കൂടുതലുള്ള താലൂക്ക് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ്. കടൽ തീരം കൂടുതലുള്ളതായ താലൂക്ക് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ്. ചേർത്തലയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് പ്രശസ്തിയായ ഒരു വനിതയെക്കുറിച്ച് ഓർമ്മ വരും. ആരാണത്? അതെ, KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയായിരുന്നു. കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം KR ഗൗരിയമ്മയായിരുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ ആദ്യത്തെ റവന്യൂ മന്ത്രി, എക്സൈസ് മന്ത്രിയായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. KR ഗൗരിയമ്മ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് KR ഗൗരിയമ്മയുടെ സ്വദേശം. അവരുടെ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരും ആത്മകഥ എന്നു തന്നെയാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരും ആത്മകഥ എന്ന് തന്നെയാണ്. അപ്പോൾ KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ, EMS നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരും ആത്മകഥ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയെക്കുറിച്ചാണ്. ഈ പ്രാവശ്യത്തെ ISRO ചെയർമാനും ചേർത്തലക്കാരൻ തന്നെയാണ്. ചേർത്തല തുറവൂരുകാരനാണ് S. സോമനാഥൻ. അദ്ദേഹത്തിൻ്റെ നാടും ആലപ്പുഴയിലെ ചേർത്തലയാണ്. ആലപ്പുഴയിലെ മറ്റൊരു പ്രശസ്ത വനിതയുണ്ട്, നമുക്കേവർക്കും അറിയാം. ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് വിളിക്കുന്നതായ ഡോക്ടർ ടെസ്സി തോമസ്. അദ്ദേഹവും ആലപ്പുഴക്കാരിയാണ്. ഇന്ത്യയുടെ മിസൈൽ വനിത ടെസ്സി തോമസ് ആണെങ്കിൽ ഇന്ത്യയുടെ മിസൈൽമാൻ ആരാണ്? അതെ, നമ്മുടെ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം. 10ാമത്തെ പ്രസിഡന്റായ മലയാളി ആരായിരുന്നു? KR നാരായണൻ. അതേ, KR നാരായണൻ ആയിരുന്നു 10ാമത്തെ പ്രസിഡന്റ്. ഇദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ്. KR നാരായണൻ ജനിച്ചത് കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ജനിച്ചത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആണ്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യയുടെ ഒരേ ഒരു മലയാളി ചീഫ് ജസ്റ്റിസ്, അത് KG ബാലകൃഷ്ണൻ. ഇന്ത്യയുടെ 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയ KG ബാലകൃഷ്ണൻ ജനിച്ചത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പാണ്. ഇദ്ദേഹമാണ് മനുഷ്യാവകാശ കമ്മീഷനാകുന്ന ഏക മലയാളി ചെയർമാൻ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഏക മലയാളിയായ ചെയർമാൻ ആരെയെന്ന് ചോദിച്ചാൽ അതെ, KG ബാലകൃഷ്ണനാണ്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ജനിച്ചതായ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് നമ്മൾ മറന്നു പോകരുത്, ഓർമ്മയുടെ അറകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകൾ. അപ്പോൾ ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെയാണ്? G. ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ ഓളങ്ങൾ. അങ്ങനെയെങ്കിൽ ഓർമ്മയുടെ തീരങ്ങൾ ആരുടെ ആയിരിക്കാം? അതെ, തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ തീരങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ 3 ആത്മകഥകളെക്കുറിച്ച് പഠിച്ചു. ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെയാണ്? G. ശങ്കരക്കുറുപ്പിൻ്റെയാണ്. ഓർമ്മയുടെ അറകൾ ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേതാണ്. ഓർമ്മയുടെ തീരങ്ങൾ ആരുടേതാണ്? KG ബാലകൃഷ്ണൻ്റെയാണ്. ഈ 2 വ്യക്തികളും ജനിച്ചത്
കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പായന എന്ന് നമ്മൾ കണ്ടു. കോട്ടയം ജില്ലയിലെ അയ്മനം കേന്ദ്രമാക്കി എഴുതിയ പ്രശസ്തമായ ഒരു നോവലാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്. ഇത് ആരുടേതാണ്? നമ്മുടെ അരുന്ധതി റോയിയുടെ നോവലാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ബുക്കർ സമ്മാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കൃതി ഏതെന്ന് ചോദിച്ചാൽ അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ് ബുക്കർ സമ്മാനം നേടുന്ന ആദ്യത്തെ കൃതി. ബുക്കർ സമ്മാനം ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അരുന്ധതി റോയിയാണ്. ബുക്കർ സമ്മാനം ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അരുന്ധതി റോയിയാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പ്രതിപാദിക്കുന്നത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആരാണ് ആ മുഖ്യമന്ത്രി? അതെ, EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ചാണ് അരുന്ധതി റോയ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയായിരുന്നു. അത് നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5 ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. 11 മന്ത്രിമാരും 121 അംഗങ്ങളും അടങ്ങിയതായിരുന്നു EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു EMS മന്ത്രിസഭ താഴെ വീഴുന്നത് വിമോചന സമരത്തിലൂടെയാണ്. ആരാണ് ഈ വിമോചന സമരം നടത്തിയത്? മന്നത്ത് പത്മനാഭൻ നടപ്പിലാക്കിയതായ വിമോചന സമരത്തിലൂടെയാണ് EMS മന്ത്രിസഭ താഴെ വീഴുന്നത്. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ പിരിച്ചുവിടുന്നത് 1959. പിന്നീട് കയറുന്നത് പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയാണ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയാണ് രണ്ടാമതായിട്ട് അധികാരത്തിൽ വരുന്നത്. മൂന്നാം മുന്നണിയിലൂടെ വരുന്ന പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ് കേരളത്തിലെ രണ്ടാമത്തെ മന്ത്രിസഭ വരുന്നത്. അപ്പം EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത് EMSൻ്റെ മന്ത്രിസഭയായിരുന്നു. അത് നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5 ആയിരുന്നു. 11 മന്ത്രിമാരും 121 അംഗങ്ങളും അടങ്ങിയതായിരുന്നു EMS മന്ത്രിസഭ. അത് താഴെ വീഴുന്നത് വിമോചന സമരത്തിലൂടെയാണ്. ഏത് സമരത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ നടപ്പിലാക്കിയതായ വിമോചന സമരത്തിലൂടെ ആയിരുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.